Realme Techlife in 2023 at 1499. My preference is best audio experience YouTube movies. ഇന്നലത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ the latest 5 earbuds in Flipkart. അതിനകത്ത് ഉണ്ണി എന്ന് പറഞ്ഞൊരു ബ്രോ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ണി ബ്രോയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീരുമെന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് Realme Techlife Buds T100 ഒരു വർഷം മുന്നേ ഇറങ്ങിയതാണ്. അതും ഇപ്പോൾ 2 ദിവസം മുന്നേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ബഡ്സ് T300 തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഈ ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യുന്നതിനുള്ള റീസൺ പലരും എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏത് മേടിച്ചാലായിരിക്കും നമുക്ക് കുറച്ച് ബെറ്റർ ആകുക എന്നുള്ളത്. എന്തായാലും ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു T100 യൂസർ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡ്രോബാക്കുകൾ അതിലുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു 10 മണിക്കൂറാണ് നിങ്ങൾക്ക് സിംഗിൾ പ്ലേ ടൈം കിട്ടുന്നെങ്കിൽ ഒരു 15 മണിക്കൂർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെ. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ടോട്ടൽ പ്ലേ ടൈം 28 hours ആണ് ഇപ്പോൾ T100 നോക്കുവാണെങ്കിൽ. എന്നാൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയനെ എന്നുള്ള ഫീൽ ഉണ്ടാവല്ലോ. ആ കാര്യങ്ങളെല്ലാം കൂടി വെച്ചൊരു പുതിയൊരു പ്രോഡക്റ്റ്, അതാണ് സത്യം പറഞ്ഞാൽ T300. ബേസിക് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം കേട്ടോ. എന്തായാലും മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സസ്പെൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യത്തെ അക്കൗണ്ടിൽ തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെ ഉറപ്പായിട്ടും സെക്കൻഡ് അക്കൗണ്ടിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും സാധനങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലാഭകരമായിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാം. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത പ്രോഡക്റ്റുകളും അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. T300 ഉടനെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സിംഗ് ഉണ്ടാവും. സോ ആ ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് DeepZstoreലൂടെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നിങ്ങനെ 3 കളേഴ്സിലാണ് T100 ലഭ്യമാകുക. 1499 രൂപ നോർമൽ റേറ്റ്. പൊതുവെ ഓഫർ ആണെങ്കിലും നോർമലി ആണെങ്കിലും എല്ലാം ഈ റേറ്റ് തന്നെയാണ്. എന്നാൽ ഇടയ്ക്ക് വെച്ചിട്ട് 1691 വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ആ ഒരു റേറ്റ് കാണാനില്ല കേട്ടോ. ഇനി T300 വരുവാണെങ്കിൽ ബ്ലാക്ക്, വൈറ്റ് എന്നിങ്ങനെ 2 കളേഴ്സിലാണ് ലഭ്യമാകുന്നത്. 2299 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആണോ നോർമൽ റേറ്റ് ആണോ എന്ന് അറിയത്തില്ല. മേ ബി ഈ ഒരു T100 പോലെ നോർമൽ റേറ്റ് തന്നെ ആയിരിക്കാം ഈ ഒരു T300 ഈ ഒരു 2300 എന്ന് പറയുന്ന ഒരു റേറ്റ് കേട്ടാ. കൂടാതെ ഫിസിക്കലി നോക്കുവാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പോട് കൂടിയിട്ടാണ് T100 കിട്ടുന്നത്. എന്നാൽ T300 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ടൈപ്പ്. എന്നാൽ എഡ്ജസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കർവ്ഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും T100 കേസ് ഓൾറെഡി നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, DeepZstoreൽ. എന്നാൽ T300 മാർക്കറ്റിൽ എപ്പോൾ അവൈലബിൾ ആകുമോ അപ്പോൾ സ്റ്റോറിലും അവൈലബിൾ ആകുന്നതാണ് കേട്ടോ. കൂടാതെ ഇനി ബാറ്ററി സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ കേസ് എന്ന് പറയുന്നത് വെറും ഒരു കേസല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 400 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് T100 കിട്ടുന്നത് പറയുന്നുണ്ട്. കൂടാതെ അപ് ടു 28 hours ആണ് ടോട്ടൽ പ്ലേ ടൈം. 1.3 hours 100% ചാർജ് ആകാനായിട്ടാണ്. കൂടാതെ 10 minutes നമ്മൾ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുന്നതാണ്, ടൈപ്പ് സി ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ. എന്നാൽ Realme Techlife Buds T100 വരുമ്പോഴത്തേക്ക് എത്ര mAh ബാറ്ററി കപ്പാസിറ്റിയാണ്, ചാർജിങ് ടൈം ഒന്നും തന്നെ എഴുതിയിട്ടില്ല. എന്നാൽ അപ് ടു 40 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. കൂടാതെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 7 മണിക്കൂർ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. സോ ആ ഒരു കാരണത്തല്ല, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ 28 മണിക്കൂർ കുറവായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും T300 40 മണിക്കൂർ ഓൾമോസ്റ്റ് ഇരട്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കൂടാതെ ഇതിനകത്ത് T100 നമുക്ക് ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ടായിരുന്നു. അതായത് ലിഡ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൽ നമ്മുടെ എയർപോർട്സ് ഒക്കെ നമ്മൾ പെയർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പോപ്പപ്പ് ആവത്തില്ല, അതുപോലെ പോപ്പപ്പ് ആവും. എന്നാൽ T300 എവിടെയും തന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പരിചരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് നമ്മുടെ T100 വരിക. അതുപോലെ തന്നെ 6 hours ആണ് സിംഗിൾ പ്ലേ ടൈം കിട്ടുന്നത്. T300 വരുവാണെങ്കിൽ 12.4mm ഡൈനാമിക് ബേസ് ബൂസ്റ്റ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ എത്ര മണിക്കൂറാണ് സിംഗിൾ പ്ലേ ടൈം കിട്ടുന്നത് മെൻഷൻ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ മൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ AI നോയ്സ് ക്യാൻസലേഷൻ വിത്ത് ഡ്യുവൽ മൈക്ക് T100 കിട്ടുമ്പോഴത്തേക്ക് ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ് നമ്മുടെ ബഡ്സ് T300. ബ്ലൂടൂത്ത് വേർഷൻ 5.3 തന്നെയാണ് രണ്ടെണ്ണത്തിലും കേട്ടോ. കൂടാതെ ലോ ലേറ്റൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ 88 ms ആയിരുന്നു നമ്മുടെ T100. എന്നാൽ T300 വന്നപ്പോഴത്തേക്ക് അത് 50 ms കുറച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് ഗെയിം ഒക്കെ കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 88 ms നല്ലൊരു ഔട്ട്പുട്ട് ഇടുക. 50 ms എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. IPX5 ആണ് T100. അതേപോലെ തന്നെ IP55 ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് T300 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ് ഈ രണ്ടെണ്ണവും. കൂടാതെ SBC AAC Codec തന്നെയാണ് രണ്ടെണ്ണത്തിലും. അതുപോലെ തന്നെ റിയൽമി ലിങ്ക് ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈ
EQ മോഡ്സും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. 1 വർഷമാണ് നമുക്ക് വാറണ്ടി രണ്ടെണ്ണത്തിലും കിട്ടുക. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഈ രണ്ട് പ്രോഡക്റ്റുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ T300 ഉണ്ട്. അത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ANC തന്നെയാണ്. 30 dB ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ T100 ഉണ്ട്. അതേപോലെ തന്നെ 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എഫക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ആണ്. സോ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ T300 എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. എന്നാൽ റേറ്റ് എന്ന് പറഞ്ഞത് 2300 രൂപയാണ്. T100 ആകുമ്പോഴത്തേക്ക് അത് 1500 രൂപയും. ഒരു 800 രൂപ വ്യത്യാസം ഉണ്ട് ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ. എന്നാൽ 800 രൂപ നിങ്ങൾ കൂടുതൽ മുടക്കിക്കഴിഞ്ഞാലുള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, സ്പെഷ്യൽ ഓഡിയോ എഫക്റ്റ്, ഡോൾബി അറ്റ്മോസ്, അതേപോലെ തന്നെ മോർ ടോട്ടൽ പ്ലേ ടൈം, അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ 12.4 കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട്, ലോ ലേറ്റൻസി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് കിട്ടും. സോ ഫാർ ബെറ്റർ തന്നെയാണ് നിങ്ങളൊരു 800 രൂപ മുടക്കിയാൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം നല്ല ഓവറോൾ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും T300 പോകൂ, നഷ്ടമില്ല. എന്നാൽ 1500 രൂപയേ ഉള്ളൂ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല 1500 രൂപയ്ക്ക് ഉള്ളിൽ വെച്ചിട്ടൊരു അടിപൊളി ഒരു ഇയർബഡ് വേണമെങ്കിൽ T100 പോയിക്കോളൂ. ഒരു കുഴപ്പമില്ല. 1 വർഷമായി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അന്ന് ഇറങ്ങിയപ്പോഴേ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്താ പറയുക, ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ബ്ലൂടൂത്ത് വേർഷൻ 5.3 നിന്നും മാറിയിട്ടില്ല. അതുപോലെ തന്നെ IPX5 തന്നെയാണ് അപ്പോഴും ഇപ്പോഴും ഒക്കെ കാണാൻ പറ്റുന്നത്. സോ എന്തായാലും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും 1500 രൂപയ്ക്ക് T100 വർത്ത് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഉറപ്പായിട്ടും ബഡ്സ് T300 അൺബോക്സിംഗ് നോവിയോ നാളെയോ മറ്റന്നാളോ നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ആ സമയത്ത് പറയാം മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ലോ ലേറ്റൻസി നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം ഞാൻ ഗെയിം അങ്ങോട്ട് ലൈവായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T100 അതുപോലെ തന്നെ റിയൽമി ടെക്ലൈഫ് ബഡ്സ് T300 തമ്മിലുള്ളൊരു കമ്പാരിസൺ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ T100 അതുപോലെ തന്നെ T300 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക ഡിഫറൻസ് ഉണ്ട്. എന്നാൽ 2000 താഴെ ഈ സെയിം സ്പെക്ക്, അതായത് T300 സ്പെക്ക് വെച്ച് മറ്റുള്ള ഈ ബ്രാൻഡുകളിലുണ്ട്, ബോട്ടിലും അതുപോലെ തന്നെ നോയ്സിലും ഒക്കെ. ഉറപ്പായിട്ടും നാളത്തെ നമ്മുടെ T300 അൺബോക്സിംഗിന് ശേഷം ആ ഇയർബഡുകൾ വെച്ച് തമ്മിൽ, അതായത് നമ്മുടെ 141 ANC കൂടാതെ നോയ്സിന്റെ എയർബഡ്സ് 3 Pro ഇതൊക്കെ വെച്ചിട്ടൊരു കമ്പാരിസൺ ഉണ്ടാവുന്നതാണ്. സോ ആ ഒരു വീഡിയോ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെയും മനസ്സിലാകും സ്പെക് വൈസ് ഏതായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ട് വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുക എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.